പാലക്കാടിന് പുറമെ തൃശൂർ ജില്ലയിലും ഉഷ്ണതരംഗം സ്ഥിരീകരിച്ചു. വെള്ളാനിക്കരയിൽ 40 ഡിഗ്രി സെൽഷ്യസ് ചൂട് രേഖപ്പെടുത്തി. പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് ജില്ലാ കളക്ടർ. സർക്കാർ ബില്ലുകളിൽ ഒപ്പിടൽ വൈകിപ്പിച്ച ഗവർണറുടെ നടപടി ഗൂഢാലോചനയുടെ ഭാഗമാണെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ. ജനങ്ങളെയും ഭരണഘടനയെയും വെല്ലുവിളിക്കുകയാണ് ഗവർണർ ചെയ്തതെന്നും മന്ത്രി. വെള്ളാനിക്കര സഹകരണ ബാങ്ക് ശാഖയിലെ 2 സെക്യൂരിറ്റി ജീവനക്കാരെ മരിച്ച നിലയിൽ കണ്ടെത്തി. അരവിന്ദാക്ഷൻ, ആന്റണി എന്നിവരാണ് മരിച്ചത്. ആന്റണിയെ കൊലപ്പെടുത്തിയ ശേഷം അരവിന്ദാക്ഷൻ ആത്മഹത്യ ചെയ്തതാണെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. ഈച്ചശല്യം മൂലം ദുരിതം പേറി കുറിയച്ചിറ നിവാസികൾ. വൃത്തിഹീനമായ മാലിന്യ സംസ്കരണ കേന്ദ്രമാണ് പ്രദേശവാസികൾക്ക് ദുരിതമായി മാറുന്നത്. ഞങ്ങൾക്ക് ഒരു ഗ്ലാസ് വെള്ളം കുടിക്കാൻ പോലും പറ്റില്ല. അടുക്കളയിൽ കയറി കഴിഞ്ഞാൽ പാചകം ചെയ്യാൻ വരെ ഞങ്ങൾക്ക് പറ്റണില്ല. അതേപോലത്തെ അവസ്ഥയാണ്. ശിശുക്കളെ സഹായിക്കുന്നതോടത്ത് കോർപ്പറേഷൻ ശിശുക്കളെ രോഗികളാക്കി മാറ്റുന്ന രീതിയിലുള്ള ഇതാണ്. കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പ് കേസിൽ CPM ജില്ലാ സെക്രട്ടറി MM വർഗീസിനെ ED ചോദ്യം ചെയ്തു. ആവശ്യപ്പെട്ട വിവരങ്ങൾ EDക്ക് കൈമാറിയെന്ന MM വർഗീസ്. ബുധനാഴ്ച ഹാജരാകാൻ MM വർഗീസിന് വീണ്ടും ED നോട്ടീസ്. ഉത്സവലഹരിയിൽ ഇരിങ്ങാലക്കുട കൂടൽമാണിക്യ ക്ഷേത്രം. വിളക്കാഘോഷം ദർശിക്കാൻ സംഗമേശ്വര സന്നിധിയിലേക്ക് ഒഴുകിയെത്തിയത് ആയിരങ്ങൾ. പള്ളിവേട്ട ചൊവ്വാഴ്ച. വാർത്തകൾ വിശദമായി. തൃശൂർ ജില്ലയിൽ ഉഷ്ണതരംഗം സ്ഥിരീകരിച്ചു. വെള്ളാനിക്കരയിൽ 40 ഡിഗ്രി സെൽഷ്യസ് ചൂട് രേഖപ്പെടുത്തി. ഉയർന്ന താപനില സാധാരണയേക്കാൾ 5.5 ഡിഗ്രി സെൽഷ്യസിന് മുകളിൽ രേഖപ്പെടുത്തി. പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് കളക്ടർ അറിയിച്ചു. പോലീസ്, ഫയർഫോഴ്സ്, ആരോഗ്യ വിഭാഗം, തൊഴിൽ വകുപ്പ് തുടങ്ങിയവർക്ക് ജില്ലാ കളക്ടർ ഉഷ്ണതരംഗം നേരിടുന്നതിനായുള്ള നിർദ്ദേശങ്ങൾ നൽകി. സൂര്യാഘാതവും സൂര്യതപവും ഏൽക്കാൻ സാധ്യതയുള്ളതിനാൽ പകൽ സമയത്ത് ജാഗ്രത പുലർത്തണം. അടുത്ത 5 ദിവസം കൂടി ദക്ഷിണേന്ത്യയിൽ ഉഷ്ണതരംഗ സാഹചര്യം തുടരുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം വ്യക്തമാക്കി. മറ്റ് ജില്ലകളിലും ഉയർന്ന താപനില മുന്നറിയിപ്പുണ്ട്. സംസ്ഥാനത്ത് കടുത്ത വൈദ്യുതി പ്രതിസന്ധി. പ്രതിദിന ഉപഭോഗം 110.1 ദശലക്ഷം യൂണിറ്റാണ്. കൂടുതൽ വൈദ്യുതി എത്തിക്കേണ്ട സാഹചര്യമാണ് ഉള്ളതെന്ന് വൈദ്യുതി മന്ത്രി വ്യക്തമാക്കി. ഇതേസമയം സംസ്ഥാനത്ത് ഉടൻ ലോഡ് ഷെഡിംഗ് ഏർപ്പെടുത്തില്ലെന്ന് വൈദ്യുതി മന്ത്രി കെ കൃഷ്ണൻകുട്ടി വ്യക്തമാക്കി. അപ്രഖ്യാപിത പവർ കട്ട് മനഃപൂർവ്വമല്ല, അമിത ഉപഭോഗം മൂലം സംഭവിക്കുന്നതാണ്. വൈദ്യുതി ഉപഭോഗം നിയന്ത്രിച്ചില്ലെങ്കിൽ സംസ്ഥാനത്ത് കടുത്ത പ്രതിസന്ധി നിലനിൽക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി. സർക്കാർ ബില്ലുകളിൽ ഒപ്പിടൽ വൈകിപ്പിച്ച ഗവർണറുടെ നടപടി ഗൂഢാലോചനയുടെ ഭാഗമാണെന്ന് റവന്യൂ മന്ത്രി അഡ്വക്കേറ്റ് കെ രാജൻ. ജനങ്ങളെയും ഭരണഘടനയെയും വെല്ലുവിളിക്കുകയാണ് ഗവർണർ ചെയ്തതെന്നും മന്ത്രി രാജൻ. തൃശൂരിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കഴിഞ്ഞ സെപ്റ്റംബറിൽ നിയമസഭ പാസാക്കിയ 5 ബില്ലുകളിലാണ് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ കഴിഞ്ഞ ദിവസം ഒപ്പിട്ടത്. തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ ഉടനെ ഒപ്പിട്ടത് ദുരൂഹവും സംശയകരവുമാണ്. നിയമപരമായി നിയമസഭയ്ക്ക് തിരിച്ചയക്കുകയോ രാഷ്ട്രപതിക്ക് അയക്കുകയോ ചെയ്യാതെ ബില്ലുകൾ പിടിച്ചുവെച്ച് മനഃപൂർവ്വം ഒപ്പിടൽ വൈകിപ്പിക്കുകയാണ് ചെയ്തത്. ഇത് വെല്ലുവിളിയാണ്. ഇനിയെങ്കിലും ഭരണഘടനാ നിയമങ്ങൾ പാലിക്കാൻ ഗവർണർ തയ്യാറാകണമെന്ന് പറഞ്ഞ മന്ത്രി വൈകിയാണെങ്കിലും ഒപ്പിട്ട നടപടിയെ സ്വാഗതവും ചെയ്തു. എന്തിനാണ് 7 മാസക്കാലം കേരളത്തിലെ ഗവർണർ ഇങ്ങനെ ഒരു ബില്ലിന് എടുത്തു വെക്കാൻ ശ്രമിച്ചത് എന്നുള്ള കാര്യം ഇപ്പോഴും ദുരൂഹമാണ്. തെരഞ്ഞെടുപ്പ് കഴിയും വരെ ഈ ബില്ല് പിടിച്ചു വെച്ചത് സംശയാസ്പദമാണ്. അതിന്റെ പിന്നിലുള്ള വികാരം എന്താണ് എന്ന് മനസ്സിലാവാത്തതാണ്. തെരഞ്ഞെടുപ്പിൽ ഈ ബില്ല് പാസ്സാക്കപ്പെട്ടാൽ ഭരണകൂടത്തിന് ഏതെങ്കിലും വിധത്തിലുള്ള ഗുണമുണ്ടാകുമോ എന്ന് പേടിച്ച് ചില രാഷ്ട്രീയ ഇടപെടലുകളുടെ ഭാഗമായി മാറ്റിവെച്ചതാണ് എന്ന് മനസ്സിലാക്കാൻ കഴിയും. കേരളത്തിലെ മാത്രമല്ല ഇന്ത്യൻ ഭരണഘടനയോടും ജനാധിപത്യത്തിനോടുമുള്ള കടുത്ത വെല്ലുവിളിയാണ് യഥാർത്ഥത്തിൽ ഉണ്ടായിട്ടുണ്ട്. എന്തായാലും ഗവർണർ ഇത്തവണയെങ്കിലും ബില്ല് ഒപ്പിടാൻ തീരുമാനിച്ചത് വളരെ സന്തോഷകരമാണ്. എന്തായാലും ഈ ബില്ല് പാസ്സാക്കിയ സാഹചര്യത്തിൽ ആ ബില്ലിന് അടിയന്തരമായി ചട്ടം ഉണ്ടാക്കണം എന്ന് തന്നെയാണ് സർക്കാർ ആലോചിക്കുന്നത്. തൃശൂരിൽ LDF സ്ഥാനാർത്ഥി CPIയുടെ അഡ്വക്കേറ്റ് VS സുനിൽകുമാർ വിജയിക്കുമെന്ന് CPM BJP അന്തർധാര ആരോപണത്തെ തള്ളിയ മന്ത്രി മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് മറുപടിയായി പറഞ്ഞു. തത്തമ്മയെ പൂച്ച എന്ന് പറയുന്നത് പോലെ പ്രതിപക്ഷം അന്തർധാര സജീവമായിട്ടുണ്ട് എന്ന് പറഞ്ഞു. ഇത് അന്തർധാരയാണെന്ന് ഞങ്ങൾക്ക് ഇവരെ പിടികിട്ടിയിട്ടില്ല. EP ജയരാജൻ, പ്രകാശ് ജാവ്ദേക്കർ കൂടിക്കാഴ്ച വിഷയത്തിലും പ്രതികരിച്ച അദ്ദേഹം ജനപ്രതിനിധികളും പൊതുപ്രവർത്തകരും ജാഗ്രതയോടെ മുന്നോട്ടു പോകണമെന്നും അഭിപ്രായപ്പെട്ടു. ജനപ്രതിനിധികളെല്ലാവരും CM സൂചിപ്പിച്ചതുപോലെ പൊതുപ്രവർത്തനത്തിൽ പുലർത്തേണ്ട പല വിധത്തിലുള്ള ജാഗ്രതകളുണ്ട്. അത് എല്ലാവരും മനസ്സിലാക്കി പോവുകയാണ് ഏറ്റവും നല്ലത്. സ്വകാര്യം പോലും പറയാൻ പറ്റാത്ത വിധത്തിൽ കാര്യങ്ങൾ മാറുകയാണ്. അത് തിരിച്ചറിഞ്ഞ് ജനപ്രതിനിധികൾ, ജനാധിപത്യ രംഗത്ത് നിൽക്കുന്ന നേതാക്കൾ കാണിക്കേണ്ട ജാഗ്രതയുണ്ട്. വിശദാംശങ്ങൾ പാർട്ടി സംസ്ഥാന സെക്രട്ടറി തന്നെ പറഞ്ഞിട്ടുണ്ട്. അതുതന്നെയാണ് ഞങ്ങളുടെ എല്ലാവരുടെയും അഭിപ്രായം. TCV തൃശൂർ.
തൃശൂർ വെള്ളാനിക്കരയിൽ 2 സെക്യൂരിറ്റി ജീവനക്കാരെ മരിച്ച നിലയിൽ കണ്ടെത്തി. ഒരാളെ കൊലപ്പെടുത്തിയ ശേഷം മറ്റേയാൾ വിഷം കഴിച്ചതാണെന്ന് പോസ്റ്റ്മോർട്ടത്തിൽ വ്യക്തമായി. വെള്ളാനിക്കര സ്വദേശികളായ കുണ്ടുകാട്ടിൽ 70 വയസ്സുള്ള അരവിന്ദാക്ഷൻ, തൈക്കാട്ടിൽ 69 വയസ്സുള്ള ആന്റണി എന്നിവരാണ് മരിച്ചത്. വെള്ളാനിക്കര കാർഷിക സർവകലാശാല ക്യാമ്പസിനകത്ത് പ്രവർത്തിക്കുന്ന വെള്ളാനിക്കര സഹകരണ ബാങ്ക് ശാഖയ്ക്ക് സമീപത്താണ് സംഭവം. ആന്റണിയെ തലയ്ക്ക് പരിക്കേറ്റ് രക്തം വാർന്ന് മരിച്ച നിലയിൽ പായയിലും, അരവിന്ദാക്ഷനെ ബാങ്കിന് സമീപത്തുള്ള കാനയിൽ വിഷം കഴിച്ച് ആത്മഹത്യ ചെയ്ത നിലയിലുമാണ് കണ്ടെത്തിയത്. അവർ തമ്മിൽ വല്ല പ്രശ്നം ഉണ്ടായിണ്ടാവും വിചാരിക്കുന്നു. എന്നുവെച്ചാൽ മറ്റാൾ മരിച്ച കാരണം അതിപ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കാലത്ത് ഇവിടെ മോർണിംഗും ഈവനിങ്ങും ബ്രാഞ്ചുള്ളതാണ്. 7 മണിക്കാണ് ബ്രാഞ്ച് തുടങ്ങുക. അപ്പോൾ അവർ തുറക്കാൻ വന്നപ്പോഴാണ് കണ്ടത്. സംഭവം അറിഞ്ഞ് വിളിച്ച് പിന്നെ ഞാൻ എല്ലാവരും വിളിച്ച് ഞാനിവിടെ ഒരു 8 മണി 8:30 ആയിട്ടാണ് ഞാനിവിടെ എത്തിയത്. മരിച്ച ഇരുവരും വെള്ളാനിക്കര സർവീസ് സഹകരണ ബാങ്കിന്റെ സെക്യൂരിറ്റി ജീവനക്കാരാണ്. ഇരുവരും തമ്മിലുണ്ടായ സംഘർഷത്തിനിടെ ഒരാളെ കൊലപ്പെടുത്തിയ ശേഷം മറ്റേയാൾ ആത്മഹത്യ ചെയ്തതാകാം എന്നാണ് പ്രാഥമിക നിഗമനം. അതേസമയം സംഘർഷത്തിലേക്ക് നയിച്ച കാരണം വ്യക്തമല്ല. ഒല്ലൂർ ACP നദീമുദ്ദീൻ, മണ്ണുത്തി CI AK സജീഷ് ഉൾപ്പെടെയുള്ളവരുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു. ഡോഗ് സ്ക്വാഡും വിരലടയാള വിദഗ്ധരും സ്ഥലത്ത് പരിശോധന നടത്തി. TCV ന്യൂസ്, തൃശൂർ. മാലിന്യ പ്ലാന്റിലെ ഈച്ചശല്യം മൂലം ദുരിതത്തിലായി കുരിയച്ചിറ നിവാസികൾ. ഭക്ഷണത്തിലും കുടിവെള്ളത്തിലും ഈച്ചശല്യമേറിയതോടെ ഇവിടെ ജനജീവിതം ദുസ്സഹമായിരിക്കുകയാണ്. കുരിയച്ചിറയിൽ പ്രവർത്തിക്കുന്ന ഓർഗാനിക് വേസ്റ്റ് കൺവെർട്ടർ പ്ലാന്റാണ് പ്രദേശവാസികൾക്ക് ദുരിതമാകുന്നത്. വീടിനകത്തും ഭക്ഷണത്തിലും കുടിവെള്ളത്തിലും ഈച്ചയാണ്. അഴുകിയ ജൈവമാലിന്യങ്ങൾ വളമാക്കാനാണ് OWC പ്ലാന്റ് ഇവിടെ പ്രവർത്തിക്കുന്നത്. എന്നാൽ അശാസ്ത്രീയമായ സംവിധാനം മൂലം ഈച്ചകൾ പെരുകിയ അവസ്ഥയാണുള്ളതെന്ന് പ്രദേശവാസികൾ പറഞ്ഞു. ഞങ്ങൾക്ക് ഒരു ഗ്ലാസ് വെള്ളം കുടിക്കാൻ പോലും പറ്റില്ല. അടുക്കളയിൽ കയറി കഴിഞ്ഞാൽ പാചകം ചെയ്യാൻ വരെ ഞങ്ങൾക്ക് പറ്റണില്ല. അതേപോലത്തെ അവസ്ഥയാണ്. മൂക്കിലും വയലും കയ്യുമ്മിലും ഒക്കെ ചൊറിച്ചിലാണ് ഞങ്ങൾക്കിപ്പോൾ. ഈ കുരിയച്ചിറ തൃശ്ശൂരിൻ്റെ ടൗണിൻ്റെ ഹൃദയഭാഗത്ത് ഇങ്ങനെ ഒരു OWC പ്ലാന്റ് വെച്ചിട്ട് ഭക്ഷണം കഴിക്കാനോ കൊച്ചു കുട്ടികൾക്ക് വരെ ചൊറിച്ചിൽ, അലർജി, ചെറിയ ചെറിയ കുട്ടികളുള്ള ഏരിയയാണ് ഇവിടെ. ശിശുക്കളെ സഹായിക്കുന്നതോടത്ത് കോർപ്പറേഷൻ ശിശുക്കളെ രോഗികളാക്കി മാറ്റുന്ന രീതിയിലുള്ള ഇതാണ്. മാലിന്യം നനവോടെ എത്തിക്കുന്നതാണ് പ്രശ്നമെന്ന് കൗൺസിലർ സിന്ധു ആൻഡോ ചാക്കോള പറയുന്നു. ഈച്ചശല്യമേറുമ്പോൾ മരുന്ന് തെളിക്കുക മാത്രമാണ് ചെയ്യുന്നത്. പ്ലാന്റിൽ ശാസ്ത്രീയ സംവിധാനം ഒരുക്കണമെന്ന് കൗൺസിലർ ആവശ്യപ്പെട്ടു. നമ്മുടെ OWC പ്ലാന്റിൽ ഈച്ചയുടെ ശല്യം വളരെയധികം വർദ്ധിച്ചിരിക്കുകയാണ്. അവരുടെ ആരോഗ്യത്തിന് എന്താ വിലയില്ലേ? ജീവൻ സംരക്ഷണം നൽകേണ്ട തൃശ്ശൂർ കോർപ്പറേഷൻ ഇത്രയധികം ഉദാസീനത കാണിക്കുന്നത് എന്തുകൊണ്ടാണ്? ഈച്ച വീഴാതെ ഒരു ഗ്ലാസ് വെള്ളം കുടിക്കാൻ കഴിയാത്ത വിധമാണ് കുരിയച്ചിറയിലെ അവസ്ഥ. അടിയന്തരമായി ഇതിന് പരിഹാരം കാണണമെന്നാണ് പ്രദേശവാസികൾക്ക് പറയാനുള്ളത്. TCV, തൃശൂർ. കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പ് കേസിൽ CPM ജില്ലാ സെക്രട്ടറി MM വർഗീസിനെ ED ചോദ്യം ചെയ്തു. കൊച്ചി ED ഓഫീസിലാണ് MM വർഗീസ് തിങ്കളാഴ്ച രാവിലെ ഹാജരായത്. 9 മണിക്കൂറോളം ചോദ്യം ചെയ്യൽ നീണ്ടുനിന്നു. ആവശ്യപ്പെട്ട വിവരങ്ങൾ EDക്ക് കൈമാറിയെന്ന് MM വർഗീസ് ചോദ്യം ചെയ്യലിന് ശേഷം മാധ്യമങ്ങളോട് പറഞ്ഞു. ജില്ലാ കമ്മിറ്റിയുടെയും കീഴ്ഘടകങ്ങളുടെയും സ്വത്ത് വിവരങ്ങൾ ED ചോദിച്ചുവെന്നും ED ആവശ്യപ്പെടുന്ന ദിവസം ഇനിയും ഹാജരാകുമെന്നും അന്വേഷണവുമായി പൂർണ്ണമായും സഹകരിക്കുമെന്നും MM വർഗീസ് പറഞ്ഞു. നേരത്തെ പലവട്ടം നോട്ടീസ് അയച്ചിട്ടും MM വർഗീസ് ഹാജരായിരുന്നില്ല. അതേസമയം ബുധനാഴ്ച വീണ്ടും ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ MM വർഗീസിന് ED നോട്ടീസ് നൽകി. ഇരിങ്ങാലക്കുട കൂടൽമാണിക്യം ക്ഷേത്രത്തിലെ വലിയ വിളക്ക് ആഘോഷിച്ചു. പള്ളിവേട്ട ചൊവ്വാഴ്ച. സന്ധ്യയോടെ ക്ഷേത്രവും പരിസരവും ലക്ഷദീപങ്ങളാൽ നിറഞ്ഞു. പള്ളിവേട്ട ആൽത്തറയിലും കൊട്ടിലായ്ക്കൽ പറമ്പിലെ ദേവസ്വം കെട്ടിടത്തിലും ദീപം തെളിയിച്ചു. രാത്രി നടന്ന വിളക്കാഘോഷം ദർശിക്കാൻ ആയിരങ്ങളാണ് സംഗമേശ്വര സന്നിധിയിലേക്ക് ഒഴുകിയെത്തിയത്. വിളക്കെഴുന്നള്ളിപ്പിന് 17 ഗജവീരന്മാർ അണിനിരന്നു. പെരുവനം കുട്ടന്മാരാർ മേളപ്രമാണിത്വം വഹിച്ചു. ചൊവ്വാഴ്ചയാണ് പള്ളിവേട്ട. വർഷത്തിൽ ആദ്യമായി ഭഗവാൻ ക്ഷേത്ര മതിൽക്കെട്ടിനകത്ത് നിന്ന് പുറത്തേക്കിറങ്ങുക പള്ളിവേട്ട ദിവസമാണ്. ക്ഷേത്ര മതിൽക്കെട്ട് വിട്ട് പുറത്തിറങ്ങുന്ന സംഗമേശ്വരനെ കേരള പോലീസ് റോയൽ സല്യൂട്ട് നൽകി ആദരിക്കും. തുടർന്ന് 3 ഗജവീരന്മാരുടെ അകമ്പടിയോടെ സംഗമേശ്വരൻ പള്ളിവേട്ട ആൽത്തറയിലേക്ക് വേട്ടയ്ക്കായി പുറപ്പെടും. പള്ളിവേട്ട ആൽത്തറയിൽ ദുഷ്ടമൃഗത്തെ വേട്ടയാടിയ ശേഷം ഭഗവാൻ ക്ഷേത്രത്തിലേക്ക് തിരിക്കും. പള്ളിവേട്ട കഴിഞ്ഞാൽ ക്ഷേത്രത്തിൽ പ്രവേശിച്ച് പള്ളിയുറക്കമാകും. ബുധനാഴ്ച ചാലക്കുടി കൂടപ്പുഴയിൽ നടക്കുന്ന ആറാട്ടോടെ ഉത്സവത്തിന് സമാപനമാകും.
രാജമാണിക്യം ക്ഷേത്രോത്സവത്തോടനുബന്ധിച്ച് ആനയൂട്ട് നടന്നു. സായാഹ്ന കൂട്ടായ്മയുടെ നേതൃത്വത്തിലാണ് ക്ഷേത്രത്തിനകത്തെ തെക്കേ നടവഴിയിൽ ആനയൂട്ട് നടത്തിയത്. ക്ഷേത്രം തന്ത്രി ഗോവിന്ദൻ നമ്പൂതിരിപ്പാട് ആദ്യ ഉരുള തിരുവമ്പാടി ചന്ദ്രശേഖരന് നൽകി ആനയൂട്ട് നിർവഹിച്ചു. 15 ആനകൾ ആനയൂട്ടിൽ പങ്കെടുത്തു. ദേവസ്വം ചെയർമാൻ അഡ്വക്കേറ്റ് CK ഗോപി, കിടങ്ങാശ്ശേരി, തരണനെല്ലൂർ ദേവനാരായണൻ നമ്പൂതിരി തുടങ്ങിയവർ ചടങ്ങിൽ സന്നിഹിതരായിരുന്നു. സായാഹ്ന കൂട്ടായ്മ പ്രവർത്തകരായ ജിമേഷ് K മേനോൻ, നിർമ്മൽ ബിബിൻ, അരുൺ, ശ്രീനാഥ് തുടങ്ങിയവർ ആനയൂട്ടിന് നേതൃത്വം നൽകി. തൃശൂർ മൃഗശാലയിൽ നിന്നും പുത്തൂർ സുവോളജിക്കൽ പാർക്കിലേക്ക് മാറ്റിയ 4 പക്ഷികളും പന്നിമാനും ചത്ത സംഭവം മറച്ചുവെച്ചിട്ടില്ലെന്ന് സുവോളജിക്കൽ പാർക്ക് ഡയറക്ടർ കീർത്തി പറഞ്ഞു. സെൻട്രൽ സൂ അതോറിറ്റിയുടെ മാനദണ്ഡങ്ങൾ പാലിച്ച് ജീവികൾ ചത്ത സമയത്ത് തന്നെ അതോറിറ്റിയെ വിവരം ധരിപ്പിച്ചിരുന്നു. സംഭവത്തിൽ ഉദ്യോഗസ്ഥർക്ക് വീഴ്ച സംഭവിച്ചിട്ടില്ല. 2 ക്യൂറേറ്റർമാർക്ക് ഷോക്കോസ് നോട്ടീസ് മാത്രമാണ് നൽകിയിരിക്കുന്നത്. ആരെയും സസ്പെൻഡ് ചെയ്തിട്ടില്ലെന്നും സുവോളജിക്കൽ അധികൃതർ പറഞ്ഞു. തൃശൂർ മൃഗശാലയിൽ നിന്ന് എത്തിച്ച പക്ഷികളിൽ പലതും പ്രായാധിക്യവും അവശതയുമുള്ളതായിരുന്നു. പന്നിമാൻ ചത്തത് അണുബാധ മൂലമാണെന്ന് സുവോളജിക്കൽ അധികൃതർ വ്യക്തമാക്കി. കഴിഞ്ഞ വർഷം ഒക്ടോബർ മുതലാണ് തൃശൂർ മൃഗശാലയിൽ നിന്നും സുവോളജിക്കൽ പാർക്കിലേക്ക് പക്ഷിമൃഗാദികളെ മാറ്റിത്തുടങ്ങിയത്. മൃഗങ്ങളെ മാറ്റിത്തുടങ്ങിയ സംഭവം മാധ്യമങ്ങളെ അറിയിച്ചിരുന്നു. എന്നാൽ പക്ഷികളും പന്നിമാനും ചത്ത സംഭവം മറച്ചുവെച്ചതായാണ് ആക്ഷേപം. അതേസമയം സുവോളജിക്കൽ പാർക്കിൽ അടിയന്തരമായി ഡോക്ടർമാരുടെയും പൂർണ്ണസജ്ജമായ ആശുപത്രിയുടെയും സേവനം ലഭ്യമാക്കണമെന്ന് ഫ്രണ്ട്സ് ഓഫ് സൂ സെക്രട്ടറി M. പീതാംബരൻ ആവശ്യപ്പെട്ടു. കാട്ടൂർ ഇല്ലിക്കാട് 3 പേരെ കുത്തിപ്പരിക്കേൽപ്പിച്ച കേസിലെ പ്രതികൾ അറസ്റ്റിൽ. കാട്ടൂർ വലക്കഴ കണ്ടംകുളത്ത് വീട്ടിൽ അതുൽ, എടക്കുളം പഷ്ണത്ത് വീട്ടിൽ ശിവനുണ്ണി എന്നിവരെയാണ് കാട്ടൂർ പോലീസ് അറസ്റ്റ് ചെയ്തത്. ശനിയാഴ്ച രാത്രിയായിരുന്നു സംഭവം. പ്രതികൾ ഇരിങ്ങാലക്കുട ഉത്സവത്തിന് പോയി വരുന്ന വഴി റോഡിൽ നിന്നിരുന്ന ശ്രീരാഗ്, ഷനിൽ, അതുൽ എന്നിവരെ അസഭ്യം പറയുകയും തുടർന്ന് ഇരു കൂട്ടരും തമ്മിലുള്ള തർക്കത്തിനിടയിൽ 1-ാം പ്രതി അതുൽ കയ്യിൽ കരുതിയിരുന്ന കത്തികൊണ്ട് 3 പേരെയും കുത്തുകയായിരുന്നു. മദ്യലഹരിയിലായിരുന്നു പ്രതികളെന്ന് പോലീസ് പറഞ്ഞു. തളിക്കുളം ബാറിൽ നടന്ന കൊലപാതക കേസിലെ പ്രതിയാണ് അതുൽ. സംഭവം കഴിഞ്ഞ് ഒളിവിൽ കഴിഞ്ഞിരുന്ന അതുലിനെ വലപ്പാട് ബീച്ച് ഏരിയയിൽ നിന്നും കാട്ടൂർ പോലീസ് പിടികൂടുകയായിരുന്നു. അന്വേഷണ സംഘത്തിൽ CI PP ജസ്റ്റിൻ, SI സുജിത്ത് തുടങ്ങിയവർ ഉണ്ടായിരുന്നു. നാട്ടികയിൽ പലചരക്ക് കട കുത്തി തുറന്ന് മോഷണം. നാട്ടിക ജുമാ മസ്ജിദിന് സമീപം മജീദ് സ്റ്റോഴ്സിലാണ് തിങ്കളാഴ്ച പുലർച്ചെ മോഷണം നടന്നത്. കടയുടെ ഷട്ടർ കുത്തി തുറന്ന് അകത്ത് കടന്ന മോഷ്ടാക്കൾ മേശയിൽ സൂക്ഷിച്ചിരുന്ന 20,000 രൂപയും നേർച്ചപ്പെട്ടിയിലെ പണവും 15,000 രൂപയുടെ സിഗരറ്റ്, ബീഡി എന്നിവയും കവർന്നു. രാവിലെ ഉടമസ്ഥനായ മജീദും മകൻ സവാദും കട തുറക്കാനെത്തിയപ്പോഴാണ് കടയുടെ ഒരു ഭാഗം തുറന്നു കിടക്കുന്നത് കണ്ടത്. കടയിലെ CCTVയിൽ 2 പേരുടെ മോഷണ ദൃശ്യം പതിഞ്ഞിട്ടുണ്ട്. വലപ്പാട് പോലീസ് അന്വേഷണം ആരംഭിച്ചു. വേലൂരിൽ യുവാവ് മഞ്ഞപ്പിത്തം ബാധിച്ച് മരിച്ചു. പോസ്റ്റ് ഓഫീസ് സെന്ററിൽ കുന്നത്ത് വീട്ടിൽ പരേതനായ ബാബുവിന്റെ മകൻ 33 വയസ്സുള്ള വിപിനാണ് മരിച്ചത്. തൃശൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് മരണം. ചാലക്കുടി പുഴയിലെ ചേനത്തുനാട് കടവിൽ കുളിക്കുന്നതിനിടെ തമിഴ്നാട് സ്വദേശിയായ യുവാവ് മുങ്ങി മരിച്ചു. തെങ്കാശി കലപ്പക്കുളം ഇന്ദിര കോളനിയിലെ ഗോപാലകൃഷ്ണന്റെ മകൻ 28 വയസ്സുള്ള മണികണ്ഠനാണ് മരിച്ചത്. കലാഭവൻ മണിയുടെ പാടിയിൽ പ്രവർത്തിക്കുന്ന പലഹാര നിർമ്മാണ സ്റ്റാളിലെ ജീവനക്കാരനാണ് മണികണ്ഠൻ. തിങ്കളാഴ്ച വൈകിട്ടായിരുന്നു സംഭവം. പാടിയുടെ താഴെയുള്ള കടവിൽ കുളിക്കാൻ ഇറങ്ങിയ യുവാവ് ആദ്യം മറുകരയിലേക്ക് നീന്തിപ്പോയി. തിരിച്ചുവരുന്നതിനിടെ തളർന്ന അവശനായി യുവാവ് പുഴയിൽ മുങ്ങിത്താഴുകയായിരുന്നുവെന്ന് ദൃക്സാക്ഷികൾ പറഞ്ഞു. വിവരമറിഞ്ഞെത്തിയ ചാലക്കുടി ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരാണ് മൃതദേഹം പുറത്തെടുത്തത്. SI ഷാജു എടത്താടന്റെ നേതൃത്വത്തിൽ പോലീസ് മേൽനടപടികൾ സ്വീകരിച്ചു. കാഞ്ഞാണി സെന്ററിൽ ഗതാഗതം നിയന്ത്രിക്കുന്ന പോലീസിന്റെ സഹായിയാണ് അനിൽകുമാർ. വാഹനത്തിരക്കേറിയ കാഞ്ഞാണി സെന്ററിൽ ഈ 60-കാരൻ പോലീസിനെ സഹായിക്കാൻ തുടങ്ങിയിട്ട് 3 പതിറ്റാണ്ട് പിന്നിട്ടു. ഗതാഗത തിരക്കേറിയ സമയത്തെല്ലാം കാക്കി പാൻറ്റും പോലീസിന്റെ ഓവർകോട്ടും അണിഞ്ഞ് കാഞ്ഞാണി സെന്ററിൽ ഹോംഗാർഡിനെ സഹായിക്കാൻ അനിൽ ഉണ്ടാകും. മണലൂർ ഗവൺമെന്റ് ഹൈസ്കൂളിൽ സ്കൗട്ടിലുണ്ടായിരുന്ന കാലത്താണ് കാഞ്ഞാണി സ്വദേശി അനിലിന് പോലീസാകണമെന്ന മോഹമുദിക്കുന്നത്. ഡ്രൈവർ ആകാനായിരുന്നു നിയോഗമെങ്കിലും കാഞ്ഞാണി സെന്ററിൽ സ്ഥിരമായുള്ള ഗതാഗതക്കുരുക്ക് കണ്ട് ട്രാഫിക് നിയന്ത്രണത്തിനായി സ്വയം ഇറങ്ങിത്തിരിക്കുകയായിരുന്നു. സ്വകാര്യ സ്കൂൾ ബസ്സിലെ ഡ്രൈവറായി ജോലി തുടരുമ്പോഴും വൈകിട്ട് തിരക്കേറിയ സമയങ്ങളിൽ പോലീസിനെ സഹായിക്കാൻ അനിൽ എത്തും. ഇടനേരങ്ങളിൽ ജംഗ്ഷനിൽ ബ്ലോക്ക് ഉണ്ടായതായി അറിയുമ്പോൾ ഓടിയെത്തുന്ന അനിൽ വേനൽ കടുത്തതോടെ ഹോംഗാർഡിനെ സഹായിക്കാനായി നട്ടുച്ചയ്ക്കും
സേവനം തുടരുകയാണ്. അനിലിന്റെ ആത്മാർത്ഥത കണ്ടറിഞ്ഞ് അന്തിക്കാട് CA ആയിരുന്ന PK ദാസ് പോലീസ് എന്നെഴുതിയ ഓവർകോട്ട് നൽകിയിരുന്നു. നിയമം ലംഘിക്കുന്ന വാഹനങ്ങളുടെ നമ്പർ എഴുതിയെടുത്ത് അനിൽ പോലീസിന് നൽകിയാൽ നടപടി ഉറപ്പ്. വാഹനങ്ങൾ ഗതാഗതക്കുരുക്കിൽപ്പെടാതിരിക്കാൻ തൻ്റെ ഒഴിവു സമയം മാറ്റിവെക്കുന്ന ഈ 60കാരൻ തികഞ്ഞ ആത്മസംതൃപ്തിയോടെ സേവനം തുടരുകയാണ്, പ്രതിഫലേച്ഛ ഇല്ലാതെ തന്നെ. എൻ്റെ ജോലി കഴിഞ്ഞപ്പോൾ അവിടെ സഹായിക്കുകയും ചെയ്യുന്നത് എന്ന് വെച്ചാൽ അത്രയും ഭയങ്കര ബ്ലോക്ക് അവിടെ വരാറ്. അതുകൊണ്ടപ്പോൾ ആംബുലൻസ് വരാൻ ഒരു ബ്ലോക്ക് കഴിഞ്ഞാൽ അവർക്ക് ഒരു 10 സെക്കൻഡിന് ജീവൻ പോണതാണ്. അപ്പോൾ നമ്മളുണ്ടാകുന്ന അതൊരു ഹോം ഗ്രൗണ്ട് നമുക്ക് പിടിക്കും, എല്ലാവർക്കും പ്രാർത്ഥിക്കുന്നൊക്കെ ഒരു നല്ലൊരു കാര്യമാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് ഞാൻ ചെയ്യുന്നത്. TCV ന്യൂസ്, തൃശ്ശൂർ. 3 വർഷക്കാലമായി വാഹനങ്ങൾക്കും കാൽനടക്കാർക്കും ശല്യമായി തൊയക്കാവ് കുരിശുപള്ളിക്ക് സമീപം റോഡിൽ ഉപേക്ഷിച്ച നിലയിൽ കിടന്നിരുന്ന റോഡ് റോളർ നീക്കം ചെയ്തു. ഇത് സംബന്ധിച്ച് TCV വാർത്ത റിപ്പോർട്ട് ചെയ്തിരുന്നു. 4 വർഷം മുൻപ് കരുവന്തല ചക്കംകണ്ടം റോഡിന്റെ നിർമ്മാണത്തിന് കൊണ്ടുവന്നതായിരുന്നു റോഡ് റോളർ. പിന്നീട് കരാറുകാരൻ റോഡ് റോളർ റോഡരികിൽ ഉപേക്ഷിച്ചു പോയി. ചേലക്കര സ്വദേശിയുടേതായാണ് കാലഹരണപ്പെട്ട റോഡ് റോളർ. കാലപ്പഴക്കമുള്ളതിനാൽ 2 ദിവസത്തെ ശ്രമമെടുത്താണ് റോളർ നീക്കാനായത്. വെങ്കിടങ്ങ് പഞ്ചായത്ത് മുൻ വൈസ് പ്രസിഡന്റ് KV മനോഹരൻ തൃശൂർ ജില്ലാ കളക്ടർക്ക് ഇത് സംബന്ധിച്ച് പരാതി നൽകിയിരുന്നു. പ്രായപൂർത്തിയാകാത്ത ആൺകുട്ടിയെ ലൈംഗികമായി പീഡിപ്പിച്ച പ്രതിക്ക് 38 വർഷം തടവും പിഴയും ശിക്ഷ വിധിച്ചു. വാണിയമ്പാറ സ്വദേശി ഇളയാട്ടിൽ വീട്ടിൽ സെയ്തലവിയെയാണ് തൃശൂർ ഫാസ്റ്റ് സ്പെഷ്യൽ കോർട്ട് സെക്കൻഡ് കോടതി ശിക്ഷിച്ചത്. 2022 കേസിനാസ്പദമായ സംഭവം നടന്നത്. പ്രോസിക്യൂഷന് വേണ്ടി പബ്ലിക് പ്രോസിക്യൂട്ടർ K. സുനിത കോടതിയിൽ ഹാജരായി. കുണ്ടന്നൂർ ചുങ്കം ശ്രീകൃഷ്ണപുരം ക്ഷേത്രത്തിന് സമീപം നിയന്ത്രണം വിട്ട പിക്കപ്പ് വാൻ വൈദ്യുതി പോസ്റ്റിലിടിച്ച് പാടത്തേക്ക് മറിഞ്ഞു. പിക്കപ്പ് വാനിൽ ഉണ്ടായിരുന്നവർ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. കർണാടകയിൽ നിന്ന് കരിമ്പുമായി വന്നിരുന്ന പിക്കപ്പ് വാനാണ് അപകടത്തിൽപ്പെട്ടത്. പിക്കപ്പ് വാനിന്റെ ആക്സിൽ ഒടിഞ്ഞ് നിയന്ത്രണം വിട്ട് വൈദ്യുതി കാലിൽ ഇടിച്ച് പാടത്തേക്ക് മറിയുകയായിരുന്നു. വാഹനത്തിൽ ഉണ്ടായിരുന്ന കർണാടക സ്വദേശികളായ പ്രഭു, ബസവ എന്നിവർ പരുക്കുകളില്ലാതെ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. ഇടിയുടെ ആഘാതത്തിൽ വൈദ്യുതി കമ്പികൾ പൊട്ടിവീണ മേഖലയിലെ വൈദ്യുതി ബന്ധം തകരാറിലായി. കേരള വിഷൻ, കെ-ഫോൺ എന്നിവയുടെ കേബിളുകളും പൊട്ടി. നെല്ലുൽപാദനം കുറഞ്ഞതോടെ പ്രതിസന്ധിയിലായി നെൽ കർഷകർ. ചാഴൂർ, കോവിലകം, അന്തിക്കാട്, പുറത്തൂർ, പുള്ള, പള്ളിപ്പുറം മേഖലകളിലെ കർഷകരാണ് പ്രതിസന്ധിയിലായത്. 1 ഏക്കർ കൃഷിയിൽ നിന്ന് ശരാശരി 35 ചാക്ക് ലഭിച്ചിരുന്ന സ്ഥാനത്ത് 3 ചാക്ക് നെല്ല് പോലും ലഭിക്കാത്ത സ്ഥിതിയാണ്. മാത്രമല്ല, ലഭിച്ച നെല്ലിന് തൂക്കക്കുറവും നേരിടുന്നു. 3% വരെ വില കുറച്ചാണ് കമ്പനിക്കാർ നെല്ല് ഏറ്റെടുക്കുന്നതെന്നും കർഷകർ പറഞ്ഞു. വിളവ് കുറഞ്ഞ ചാഴൂർ, കോവിലകം പടവ് CC മുകുന്ദൻ MLA, പഞ്ചായത്ത് പ്രസിഡന്റ് KS മോഹൻദാസ് എന്നിവർ സന്ദർശിച്ചു. മുമ്പൊരിക്കലും ഉണ്ടാകാത്ത പ്രതിഭാസത്തെക്കുറിച്ച് വിശദമായ പഠനം നടത്തി പരിഹാരം കാണണമെന്നും കർഷകർക്ക് നഷ്ടപരിഹാരം നൽകണമെന്നും കോവിലകം പാടശേഖര പ്രസിഡന്റ് KB പ്രസാദ് കുമാർ, സെക്രട്ടറി മുരളീധരൻ, ട്രഷറർ വിനോദ്, കർഷകരായ ഗോപി നെല്ലിപ്പറമ്പിൽ, ധർമ്മൻ കല്ലുങ്ങൽ, പ്രഭാകരൻ പറയക്കാട്ട് എന്നിവർ ആവശ്യപ്പെട്ടു. നെല്ലിന്റെ ഉൽപാദനം കുറഞ്ഞതുമായി ബന്ധപ്പെട്ട പ്രശ്നം സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെടുത്തി കർഷകർക്ക് നഷ്ടപരിഹാരം ലഭിക്കുന്നതുൾപ്പെടെയുള്ള നടപടി സ്വീകരിക്കുമെന്ന് MLA അറിയിച്ചു. കുന്നംകുളത്ത് ഉപയോഗശൂന്യമായ കിണറ്റിൽ നിന്ന് പുക ഉയർന്നത് പരിഭ്രാന്തി പരത്തി. YWCA റോഡിന് സമീപത്തെ ഉപയോഗശൂന്യമായ കിണറ്റിൽ നിന്നാണ് പുക ഉയർന്നത്. അഗ്നിശമന സേന സ്ഥലത്തെത്തി കിണറിലേക്ക് വെള്ളം പമ്പ് ചെയ്തതോടെയാണ് പുകയ്ക്ക് ശമനമായത്. കിണറ്റിൽ കൂട്ടിയിട്ട മാലിന്യത്തിന് സാമൂഹ്യവിരുദ്ധർ തീ കൊളുത്തിയതാകാം പുക ഉയരാൻ കാരണമായത് എന്നാണ് പ്രാഥമിക നിഗമനം. വാഗാപ്പുഴയിലെ നീരൊഴുക്കിന് തടസ്സമായി നിൽക്കുന്ന മൺതിട്ടകളും പാറക്കെട്ടുകളും കൈതക്കാടുകളും നീക്കി. പുഴയുടെ സ്വാഭാവിക ഒഴുക്കിന് തടസ്സം നേരിടുന്നത് മൂലം വാഗപ്പുഴ കരകവിഞ്ഞ് കാക്കത്തുരുത്ത് പ്രദേശം എല്ലാ വർഷവും വെള്ളം കയറി ഗതാഗതം തടസ്സപ്പെടാറുണ്ടായിരുന്നു. പുഴയിലെ ചെളിയും മണ്ണും പ്രത്യേക സ്ഥലത്ത് നിക്ഷേപിച്ച് പിന്നീട് ലേലം ചെയ്യും. പദ്ധതി പൂർത്തീകരിക്കുന്നതോടെ കാക്കത്തുരുത്ത് പ്രദേശത്തെ നിരന്തര വെള്ളപ്പൊക്ക ഭീഷണി ഇല്ലാതാക്കാനും വേനൽക്കാലത്ത് വാഴാനി ഡാമിൽ നിന്നും തുറന്നുവിടുന്ന വെള്ളം പഞ്ചായത്ത് പ്രദേശത്ത് ധാരാളമായി സംഭരിക്കാനും കഴിയുമെന്ന് എളവള്ളി പഞ്ചായത്ത് പ്രസിഡന്റ് ജിയോ ഫോക്സ് പറഞ്ഞു. പദ്ധതി വിഹിതത്തിൽ നിന്നും 15 ലക്ഷം രൂപയാണ് ഈ പദ്ധതിക്കായി നീക്കിവച്ചത്. 600 മീറ്റർ ദൂരമാണ് ഈ വർഷത്തെ പ്രവൃത്തിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. വരും വർഷങ്ങളിൽ തുടർ പദ്ധതിക്കായി കൂടുതൽ പണം വകയിരുത്താനാണ് പഞ്ചായത്തിന്റെ തീരുമാനം.
എളവള്ളി ഗ്രാമപഞ്ചായത്തിനെയും തോളൂർ ഗ്രാമപഞ്ചായത്തിനെയും തമ്മിൽ അതിർത്തി പങ്കിടുന്ന കേച്ചേരി ഈ പുഴ അല്ലെങ്കിൽ വാഗപ്പുഴ എന്ന് പറയുന്ന ഈ പ്രദേശത്തെ നമ്മുടെ 2 പഞ്ചായത്തുകളിലെയും അതിർത്തിയിൽപ്പെടുന്ന പുഴഭാഗം വളരെയധികം മൺതിട്ടകളും അതുപോലെ തന്നെ കൈതക്കാടുകളും അതുപോലെ ചെളിയും നിറഞ്ഞ് ജലഗതാഗതത്തിന് അല്ലെങ്കിൽ ജല ആഗമന നിർഗമനത്തിന് തടസ്സമായി നിൽക്കുന്ന സാഹചര്യം നിലനിൽക്കുന്നത് കൊണ്ടാണ് എളവള്ളി ഗ്രാമപഞ്ചായത്ത് 15 ലക്ഷം രൂപ കഴിഞ്ഞ വർഷത്തെ പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൽ പണം കെട്ടിവെച്ച് ടെൻഡർ നടപടി പൂർത്തീകരിച്ചുകൊണ്ട് ഈ പുഴ വൃത്തിയാക്കുന്ന നടപടിയായിട്ടെടുത്തു. കോൺട്രാക്ടർമാർ, ബിൽഡർമാർ, നിർമ്മാണ മേഖലയുമായി ബന്ധപ്പെട്ട സ്ഥാപനങ്ങൾ, പ്രൊഫഷണൽസ് എന്നിവരുടെ പ്രമുഖ സംഘടനയായ ബിൽഡേഴ്സ് അസോസിയേഷൻ ഓഫ് ഇന്ത്യയുടെ പുതിയ സംസ്ഥാന ഭാരവാഹികളുടെ സ്ഥാനാരോഹണം പുഴയ്ക്കൽ ഹയാത്ത് റീജൻസിയിൽ നടന്നു. റവന്യൂ മന്ത്രി കെ രാജൻ സ്ഥാനാരോഹണ ചടങ്ങിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ബിൽഡേഴ്സ് അസോസിയേഷൻ ഓഫ് ഇന്ത്യ സംസ്ഥാന ചെയർമാൻ ജോളി വർഗീസ് അധ്യക്ഷത വഹിച്ചു. TN പ്രതാപൻ MP മുഖ്യ അതിഥിയായിരുന്നു. സ്ഥാനാരോഹണ ചടങ്ങുകൾക്ക് BAI മുൻ ദേശീയ പ്രസിഡന്റ് ചെറിയാൻ വർക്കി, മുൻ ദേശീയ വൈസ് പ്രസിഡന്റ് R മുരുകൻ എന്നിവർ നേതൃത്വം നൽകി. BAI സംസ്ഥാന ചെയർമാനായി PN സുരേഷ്, സംസ്ഥാന സെക്രട്ടറിയായി മിജോയ് K മാമു, ട്രഷററായി K സതീഷ് കുമാർ, ജോയിന്റ് സെക്രട്ടറിയായി എബിൻ ജോൺ എന്നിവർ ചുമതലയേറ്റു. BAI തൃശൂർ സെന്ററിന്റെ പുതിയ ഭാരവാഹികളുടെ സ്ഥാനാരോഹണവും ചടങ്ങിന്റെ ഭാഗമായി നടന്നു. ചെയർമാനായി KK ജോയ്, സെക്രട്ടറിയായി വിൽസൺ ജോർജ്, ട്രഷററായി KJ സിയോജ്, വൈസ് ചെയർമാനായി മിജോയ് മാമു, ജോയിന്റ് സെക്രട്ടറിയായി BI ജോബി എന്നിവർ ചുമതലയേറ്റു. 2024-2025 വർഷം BAI നടപ്പിലാക്കാൻ പോകുന്ന വിവിധ പദ്ധതികളുടെ പ്രഖ്യാപനം ചടങ്ങിൽ നടന്നു. PN സുരേഷ്, KK ജോയ്, രാജേഷ് കുമാർ മഠത്തിൽ, മിജോയ് മാമു എന്നിവർ സംസാരിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. പാലക്കാടിന് പുറമെ തൃശൂർ ജില്ലയിലും ഉഷ്ണതരംഗം സ്ഥിരീകരിച്ചു. വെള്ളാനിക്കരയിൽ 40 ഡിഗ്രി സെൽഷ്യസ് ചൂട് രേഖപ്പെടുത്തി. പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് ജില്ലാ കളക്ടർ. സർക്കാർ ബില്ലുകളിൽ ഒപ്പിടൽ വൈകിപ്പിച്ച ഗവർണറുടെ നടപടി ഗൂഢാലോചനയുടെ ഭാഗമാണെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ. ജനങ്ങളെയും ഭരണഘടനയെയും വെല്ലുവിളിക്കുകയാണ് ഗവർണർ ചെയ്തതെന്നും മന്ത്രി. വെള്ളാനിക്കര സഹകരണ ബാങ്ക് ശാഖയിലെ 2 സെക്യൂരിറ്റി ജീവനക്കാരെ മരിച്ച നിലയിൽ കണ്ടെത്തി. അരവിന്ദാക്ഷൻ, ആന്റണി എന്നിവരാണ് മരിച്ചത്. ആന്റണിയെ കൊലപ്പെടുത്തിയ ശേഷം അരവിന്ദാക്ഷൻ ആത്മഹത്യ ചെയ്തതാണെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. ഈച്ചശല്യം മൂലം ദുരിതം പേറി കുറിയച്ചിറ നിവാസികൾ. വൃത്തിഹീനമായ മാലിന്യ സംസ്കരണ കേന്ദ്രമാണ് പ്രദേശവാസികൾക്ക് ദുരിതമായി മാറുന്നത്. ഞങ്ങൾക്ക് ഒരു ഗ്ലാസ് വെള്ളം കുടിക്കാൻ പോലും പറ്റില്ല. അടുക്കളയിൽ കയറി കഴിഞ്ഞാൽ പാചകം ചെയ്യാൻ വരെ ഞങ്ങൾക്ക് പറ്റണില്ല. അതേപോലത്തെ അവസ്ഥയാണ്. ശിശുക്കളെ സഹായിക്കുന്നതോടത്ത് കോർപ്പറേഷൻ ശിശുക്കളെ രോഗികളാക്കി മാറ്റുന്ന രീതിയിലുള്ള ഇതാണ്. കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പ് കേസിൽ CPM ജില്ലാ സെക്രട്ടറി MM വർഗീസിനെ ED ചോദ്യം ചെയ്തു. ആവശ്യപ്പെട്ട വിവരങ്ങൾ EDക്ക് കൈമാറിയെന്ന MM വർഗീസ്. ബുധനാഴ്ച ഹാജരാകാൻ MM വർഗീസിന് വീണ്ടും ED നോട്ടീസ്. ഉത്സവലഹരിയിൽ ഇരിങ്ങാലക്കുട കൂടൽമാണിക്യ ക്ഷേത്രം. വിളക്കാഘോഷം ദർശിക്കാൻ സംഗമേശ്വര സന്നിധിയിലേക്ക് ഒഴുകിയെത്തിയത് ആയിരങ്ങൾ. പള്ളിവേട്ട ചൊവ്വാഴ്ച. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.